SSLC കേരള മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾ ആൻഡ് ആംഗിൾസ് എന്നുള്ള 46-ാമത്തെ പേജിലുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 5 സെന്റിമീറ്റർ സർക്കം റേഡിയസ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് വരയ്ക്കാനുള്ളത് അല്ലേ? വരയ്ക്കാനുള്ളത് എന്താണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് വരയ്ക്കാനുള്ളത്. അപ്പൊ നമ്മൾ നോക്കിയേ, എന്താണ് ആദ്യം വരയ്ക്കേണ്ടത്? ജസ്റ്റ് 3 സെന്റിമീറ്റർ ഉള്ള കോമ്പസ് ഒന്നും ഇല്ല, അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. 3.5 സെന്റിമീറ്റർ ഉള്ള ഒരു റേഡിയസ് ഉള്ള ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുകയാണ്. ഒരു സർക്കിൾ വരയ്ക്കുക 3.5 സെന്റിമീറ്റർ. അപ്പൊ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? ഇതല്ലേ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ശ്രദ്ധിക്കണേ, ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓരോ ആംഗിളും എത്ര വെച്ചാ വരുന്നേ? 60 വെച്ചിട്ടാ വരുന്നത്. അത് ക്ലിയർ അല്ലേ? ഇത് 60 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇതും 60 ഡിഗ്രി വരും. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു സർക്കിളിനകത്ത് ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ വേണമെങ്കിലും വരാം. ഇങ്ങനെ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇതിനൊരു സെന്റർ ഉണ്ടല്ലോ, സെന്റർ ഉണ്ടല്ലോ. ഈ സെന്റർ ആംഗിൾ എത്രയായിരിക്കും വരുന്നത് നോക്കിയതാ. ഇത് ഇങ്ങനെ ജോയിന്റ് ചെയ്യുന്നതല്ലേ സെൻട്രൽ ആംഗിള് അല്ലേ? ആ കോഡിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്ന 60 അല്ലേ? അപ്പൊ സെൻട്രൽ ആംഗിൾ എത്ര വെച്ച് വരും? 120. ക്ലിയർ അല്ലേ? അല്ലേ? ഉണ്ടെങ്കിൽ പ്രീവിയസ് ക്ലാസ്സുകൾ അങ്ങനെ എടുത്ത് നോക്കിയാൽ മതി, അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോ ഇത് സെൻട്രൽ ആംഗിൾ എത്ര വരണം? 120. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് ജോയിന്റ് ചെയ്താൽ ഇത് സെൻട്രൽ ആംഗിൾ അല്ലേ? ഇത് എത്ര വരും? ഇവിടുത്തെ 60ന്റെ ഇരട്ടി 120. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? 100. അതായത് സെന്റർ എല്ലാം എത്ര ഡിഗ്രി വെച്ച് വരണം? 120 വെച്ച് വരണം. സെറ്റ് അല്ലേ പറഞ്ഞ കാര്യം? അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിൾ, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ക്രിയേറ്റ് ആവത്തില്ലേ? പറഞ്ഞ കാര്യം സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ലൈൻ, ഏതെങ്കിലും ഒരു ലൈൻ വേണ്ടേ നമുക്ക്? നമ്മളെ ഇഷ്ടമുള്ളിടത്തോട്ട് കൊടുക്കുന്നു. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുന്നു. ദാറ്റ് മീൻസ് ഇതാണ് റേഡിയസ് 2.5 സെന്റിമീറ്റർ അല്ലേ? സോറി. അപ്പൊ ഞാൻ ഇങ്ങോട്ടൊരു നീട്ടി ഒരു വര വരയ്ക്കുന്നു അല്ലേ? അത് എത്രയാണ്? 3.5 സെന്റിമീറ്റർ. റൈറ്റ്? ക്ലിയർ അല്ലേ? ഇനി നമ്മള് ഇവിടെ സെന്ററിൽ വെക്കുക അല്ലേ? അറിയില്ല എല്ലാവർക്കും. 9ാം ക്ലാസ്സിലേക്ക് നമ്മൾ ഒരുപാട് പഠിച്ചതാ. സെന്ററിൽ വെക്കുന്നു. സെന്ററിൽ വെച്ചിട്ട് എങ്ങോട്ടാണോ ലൈൻ പോയിരിക്കുന്നത്, എങ്ങോട്ടാ ലൈൻ പോയിരിക്കുന്നത്? അങ്ങോട്ടല്ലേ? റൈറ്റിലേക്കല്ലേ? അവിടുന്ന് എന്തെടുക്കണം? 0 എടുക്കണം. അവിടുന്ന് എന്തെടുക്കാൻ? 0 ഉള്ള പോലെ. അപ്പൊ 0 താഴെയായിരിക്കും വരുന്നത് അല്ലേ? ഇവിടുന്ന് 0 എണ്ണുമ്പോ ഏകദേശം 120 എന്ന് പറയുമ്പോൾ എവിടെ ആയിട്ട് വരും? ഈ ഭാഗത്തായിട്ട് വരും അല്ലേ? ഇവിടെ ആയിട്ട് വരും. ഇവിടെ ആയിട്ട് 120 വരും. നമ്മളെ സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? നേരെ അങ്ങോട്ടൊന്ന് വരയ്ക്കും. ഇത് എത്ര കിട്ടി നമുക്ക്? 120. വരച്ചത് മനസ്സിലായോ? ഇനി അടുത്ത 120 വരയ്ക്കണ്ടേ? അതെവിടെ വെച്ചിട്ടാ വരയ്ക്കുന്നേ? വീണ്ടും ഇങ്ങനെ ചരിച്ചു വെക്കണം. സെന്ററിൽ വെക്കണം. ഇങ്ങോട്ടാണ് വരയ്ക്കുന്നില്ല, ഇങ്ങോട്ടല്ലേ? അവിടുന്ന് 0 എടുക്കുമ്പോൾ 120 ഇവിടെ ആയിട്ട് വരും ഏകദേശം. അപ്പൊ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ വരയ്ക്കും. കാര്യം ഇത് എത്ര കിട്ടി നമുക്ക്? 120. ഇവിടെ എത്ര കിട്ടി? 120. മൂന്നര ഞാനൊന്ന് വായിക്കാം. ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യാ? നോക്കിയേ, ജസ്റ്റ് ഈ ലൈനുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൈനുകളെ ഒന്ന് ജോയിൻ ചെയ്യുന്നു. നേരെ ഇങ്ങോട്ട്, നേരെ ഇങ്ങോട്ട്, നേരെ ഇങ്ങോട്ട്. ഇതല്ലേ സെന്റർ അല്ലേ? ഇതിന്റെ സെന്ററിന്റെ നേരെ വരുമ്പോൾ ഇത് എത്ര വരും? 60 ഡിഗ്രി അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴോ ഇത് 60 ഡിഗ്രി. ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴോ ഇത് 60 ഡിഗ്രി. അപ്പൊ ഈ ABC നമുക്കൊരു പേര് കൊടുക്കാം. ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സൈഡുകളൊക്കെ എന്ത് വരും? 60 ഡിഗ്രി വരും. ഇതിപ്പോ എന്തായി? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയില്ലേ? സിമ്പിളല്ലേ? അതുള്ള കാര്യം. 46-ാമത്തെ പേജിലെ 3-ാമത്തെ ക്വസ്റ്റ്യനാണ് അടുത്ത് ചെയ്യുന്നത്.
സർക്കം റേഡിയസ് 3 സെന്റിമീറ്റർ ഉള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണോ? അല്ല, ട്രയാങ്കിൾ. ആംഗിൾ തന്നിട്ടുണ്ട് എത്രയൊക്കെയാ? 32.5യും 37.5യും. ഇതാണ് തന്നിരിക്കുന്ന ആംഗിൾ. ഒരു ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ, ഒരു ട്രയാങ്കിൾ ഇങ്ങനെ ആവണമെന്നില്ല, ജസ്റ്റ് പറഞ്ഞു തരുവാണ്. ഒരു ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എത്രയാണ്? 37.5 അല്ലേ? 37.5 വരണമെങ്കിലേ അതിന്റെ സെന്റർ എത്ര ആയിരിക്കണം? 30. ഇതെങ്ങനല്ലേ വരണ്ടേ? 37.5 വരണ്ടേ? ഇങ്ങനെയാണ് വരണമെങ്കിൽ അതിന്റെ സെന്റർ എത്ര ആയിരിക്കും വരുന്നത്? നമ്മൾ പഠിച്ചു വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ ഇരട്ടി. അതിന്റെ ഇരട്ടി എത്രയാ? 37.5യുടെ ഇരട്ടി എടുക്കണം. ഇരട്ടി എടുക്കണ്ടേ? അത് എത്രയാ? 75 ഡിഗ്രി. കണ്ടോ? ഞാൻ അടുത്ത അതേപോലെ തന്നെ ആരെ എടുക്കണം? 32.5 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ എത്ര വരണം? 32.5യുടെ ഇരട്ടി 65 ഡിഗ്രി. നേരത്തെ നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എടുത്തപ്പോൾ എത്ര ഡിഗ്രി ആയിരുന്നു ഇവിടെ കട്ടേണ്ടത്? 60. സെൻട്രൽ ആംഗിൾ എത്രയായിരുന്നു? 120. അതേ റൂൾ തന്നെ ഇവിടെ ട്രയാങ്കിളിന്റെ സൈഡ് വരേണ്ടത് എത്രയാണ്? 37, 32. സെൻട്രൽ ആംഗിൾ വരയ്ക്കണ്ടേ? അത് എത്രയായിരിക്കണം? അതിന്റെ ഇരട്ടിയാണ്. അപ്പൊ അതിന് എന്ത് മനസ്സിലായി? സർക്കം റേഡിയസ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തന്നിരിക്കുന്ന ആംഗിളിന്റെ എന്തെടുക്കണം? ഇരട്ടി എടുക്കണം. ക്ലിയർ അല്ലേ? സെൻട്രൽ ആംഗിൾ വരയ്ക്കാൻ. അപ്പൊ ആദ്യം 3 സെന്റിമീറ്റർ ഉള്ള ഒരു റേഡിയസ് വരയ്ക്കും. വരച്ചില്ലേ? എന്നിട്ട് നമ്മള് ഇങ്ങോട്ട് ഒരു ലൈൻ കൊടുക്കുന്നു. സെറ്റ്. ഇനി നമുക്ക് ഇവിടെ എന്ത് വെക്കണം? 32.5 ഡിഗ്രി ആദ്യം വേണ്ടത് ഇല്ലേ? ആ ട്രയാങ്കിൾ. അപ്പൊ എത്ര വരണം? ഒരു 65 ഡിഗ്രി. എത്ര വരണം? നമ്മൾ നേരത്തെ വെച്ചതുപോലെ തന്നെ പ്രൊട്ടക്ടർ വെക്കുന്നു, 65 ഡിഗ്രി എടുക്കുന്നു. 65 ഡിഗ്രി. ക്ലിയർ അല്ലേ? ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ ഏതാണ്? 0 ആണ് അല്ലേ? 0 അവിടുന്ന് 60നും 70നും ഇടയ്ക്ക് ഒരു വലിയ ഒരു ലൈൻ കിടപ്പുണ്ട്, അതാണ് 65. അപ്പൊ നമ്മളിതാ ഇങ്ങനെ 65 ഡിഗ്രി വരയ്ക്കുന്നു. ജസ്റ്റ് ഇനി അവിടെ വെക്കുന്നു. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാ? 75 ഡിഗ്രി എടുക്കുന്നു. എത്ര എടുക്കുന്നു? ക്ലിയർ ആയില്ലേ? ഇപ്പൊ സെന്റർ കിട്ടിയില്ലേ? ഇതെത്രയാ? 65. ഇതെത്രയാ? 75. ഇതൊന്ന് ജോയിന്റ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത്. ക്ലിയർ ആയി വരച്ചേ? സെറ്റ് അല്ലേ? ട്രയാങ്കിൾ ആയോ? ട്രയാങ്കിൾ ആവണമെങ്കിൽ എന്ത് വേണം? ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിന്റ് ചെയ്താൽ പോരെ? ഇവിടം വരെ മനസ്സിലായോ? ഇവിടെ സ്കെയിൽ വെച്ച് നമ്മൾ ഇതിനെ ഒന്ന് ജോയിന്റ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കിട്ടിയില്ലേ? ലൈൻ ജോയിന്റ് ചെയ്തപ്പം കിട്ടിയില്ലേ? എ ബി സി എന്ന ട്രയാങ്കിൾ കിട്ടിയില്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടത്? 37യും 32. ഇത് നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യമല്ലേ? അല്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ സെന്റർ 65 അല്ലേ? 65ൽ പോകുന്ന അതേ ലൈൻ, ഈ ലൈനിൽ നിന്നാണ് ബി സി. ശ്രദ്ധിക്കണം ഈ പറയുന്ന പോയിന്റ്. ബി സി എന്ന് പറയുന്ന കോഡിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് സെന്ററിലേക്ക്. അതേ ബി സി എന്ന് പറയുന്ന കോഡിൽ നിന്ന് പോകുന്ന ലൈൻ ഏതാ? അതേ ബി സിയിൽ നിന്ന് പോകുന്ന കോഡ് ഇതല്ലേ? അതല്ലേ? അത് എത്ര വരും? 32.5. ക്ലിയർ ആയ? ബി സി എന്ന് പറയുന്ന കോഡിൽ നിന്ന് സെന്ററിലേക്ക് പോയിരിക്കുമ്പോൾ 65. അതേ ബി സി എന്ന് പറയുന്ന കോഡിൽ നിന്ന് സർക്കിളിലേക്ക് ഈ ലൈൻ കണ്ടോ? ഈ ലൈൻ ഏതാണ്? അതിന്റെ പകുതി 32.5. അങ്ങനെയാണെന്ന് പറഞ്ഞേ. 75 സെൻട്രൽ ആംഗിള്. ഏത് കോഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്? എ സി. സെറ്റ് അല്ലേ? അതേ എ സിയിൽ നിന്ന് പോകുന്ന ലൈൻ ഏതാ? അതേ എ സിയിൽ നിന്ന് ഇങ്ങോട്ട് ബിയിലേക്ക്. സിയിൽ നിന്നും ബിയിലേക്ക്, എയിൽ നിന്നും ബിയിലേക്ക്. അപ്പൊ 75ന്റെ പകുതി എത്രയായി? 37.5. ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? എ ആംഗിൾ എത്ര കിട്ടി? 32.5. ബി ആംഗിൾ എത്ര കിട്ടി? 37. സി കണ്ടുപിടിക്കണമെങ്കിൽ അഥവാ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? 180ൽ നിന്ന് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? 180ൽ നിന്ന് കുറയ്ക്കണം. അപ്പൊ ആംഗിൾ സിയും കിട്ടത്തില്ലേ? ട്രയാങ്കിൾ ആയില്ലേ? ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. സെറ്റ് അല്ലേ? ഡൗട്ട് ഉണ്ടോ? വരച്ചു. 4ാമത്തെ ക്വസ്റ്റ്യൻ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശ്രദ്ധിച്ചേ. അടുത്ത 46ാമത്തെ പേജിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്.
ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ട്. In the picture, a semicircle is drawn with the line, the diameter, and smallest circle with half this line's diameter. Here the line join the point where the semicircle meet. To any point on the larger semicircle is bisected by the smaller semicircle. അവിടെ പ്രൂവ് ചെയ്യേണ്ടത് the line joining the point where the semicircle meet. The line joining, ഈ ലൈൻ ജോയിൻ ചെയ്യുന്ന ഈ സെമിസർക്കിളിന്റെ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് to any point on the large semicircle is bisected by the smaller semicircle. ഇത് ബൈസെക്ട് ചെയ്യുന്നുണ്ടോ, ലാർജ് സെമിസർക്കിളുമായി ബൈസെക്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ഇത് എ എന്നും ബി എന്നും ഇത് പി എന്നും ക്യൂ എന്നും കൊടുത്താൽ ഇത് സി എന്നും കിടക്കട്ടെ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ എ പിയും ഈ പി ക്യൂ ഉണ്ടല്ലോ, ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ടാണല്ലോ എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്ത് പോകുന്നത്. എ ക്യൂ എന്ന് പറയുന്ന ലൈൻ സെമി സർക്കിളിന്റെ പോയിന്റ് ആയിട്ടുള്ള പിയിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്ത് പോകണം. അപ്പോ ഈ എ പിയും എ പിക്ക് ഈക്വൽ ആണോ പി ക്യൂ എന്ന് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അപ്പൊ പ്രൂവ് ചെയ്യേണ്ട സംഭവം കിട്ടിയില്ലേ, ഇത്രയുള്ള കാര്യം. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കണം. സിമ്പിൾ ആണ് സംഭവം. അപ്പൊ എന്താണ്, എ പിക്ക് ഈക്വൽ ആണ് പി ക്യൂ. ക്വസ്റ്റ്യൻ വരുന്ന രീതി എന്താ, ബൈസെക്ട് ചെയ്തിരിക്കുന്ന ഭാഗം എങ്ങനെയാണ് ബൈസെക്ട് ചെയ്യുന്നത്, ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു റൂൾ ഇവിടെ പഠിക്കാനുണ്ട്. എന്താ റൂൾ എന്നറിയാമോ, ഒരു സർക്കിളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്നു, ദാറ്റ് മീൻസ് ഡയമീറ്റർ അല്ലേ, ആ ഡയമീറ്ററിന്റെ 2 പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് പോയി ടച്ച് ചെയ്യുന്ന അത് ആ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. എത്രയായിരിക്കും, അപ്പൊ ഡയമീറ്ററിന്റെ 2 പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് പോയി ടച്ച് ചെയ്യുന്ന ഏതൊരു ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും. ദാറ്റ് മീൻസ് അതിനെ നമ്മൾ വിളിക്കുന്നത് ആംഗിൾ ഓൺ സെമി സർക്കിൾ എന്നാ വിളിക്കുന്നത്. ഇതിനെന്താ വിളിക്കുക, ആംഗിൾ ഓൺ സെമി സർക്കിൾ. ഇത് എങ്ങനെ പോയി ടച്ച് ചെയ്താൽ കേട്ടോ, അതൊരു റൂളാണ്. ഡയമീറ്റർ അല്ലേ, ഇവിടുന്ന് ഈ അറ്റത്തുനിന്ന് ഇങ്ങോട്ടും പോയി ടച്ച് ചെയ്താൽ ഇത് എത്രയായിരിക്കും, 90 ഡിഗ്രി. ഇനി കണ്ണു അടച്ച് പറഞ്ഞോണം കേട്ടോ. സർക്കിളിലേക്ക് പോയി ടച്ച് ചെയ്യുന്ന ആ ലൈൻ എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. കാര്യം ക്ലിയർ അല്ലേ, നേരത്തെ വരച്ചതുപോലാണോ ഇത്, അല്ല. നേരത്തെ വരച്ചപ്പോൾ ഡയമീറ്ററിലൂടെ ആണോ പോയത്, അല്ല, താഴെ കൂടെ പോയി സെന്ററിൽ വന്നു, അവിടുന്ന് ഇങ്ങനെ പോയത്. രണ്ടും തിരിഞ്ഞു പോരുത്. ഇത് സെന്ററിൽ കൂടെ ഉള്ളതാണോ, അല്ല. പക്ഷെ ഇതെന്താണ്, സെന്ററിൽ കൂടെ ഉള്ളതാണ്. ക്ലിയർ അല്ലേ, പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിനെ ഞാനൊന്ന് ജോയിൻ ചെയ്യുന്നത്, നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇതിനെ ഞാനൊന്ന് ജോയിൻ ചെയ്തത് ഇങ്ങനെ, പിയിൽ നിന്നും സിയിലേക്ക് ഞാൻ ജോയിൻ ചെയ്തു. നമ്മൾ 2 ട്രയാങ്കിൾ കിട്ടിയില്ലേ, ഏതൊക്കെ ട്രയാങ്കിൾ കിട്ടിയെന്ന് പറഞ്ഞ്, എ പി സി ട്രയാങ്കിൾ എ ക്യൂ ബിയും അല്ലേ. എ സിയും ബി സിയും എന്താണ്, ഡയമീറ്റർ അല്ലേ. എ സി എന്ന് പറയുന്നത് ഈ ഹാഫ് സെമി, ഈ പകുതിയായി വന്നിരിക്കുന്ന സെമി സർക്കിൾ. എ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ വലിയ സെമി സർക്കിളിന്റെ ഡയമീറ്റർ. ക്ലിയർ അല്ലേ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് 1 ആണെങ്കിൽ എ ബി എത്ര ആയിരിക്കും, എ ബി 2 ആയിരിക്കും. എ സി 1 ആണെങ്കിൽ എ ബി എത്ര വരും, 2 വരും. ക്ലിയർ അല്ലേ. അപ്പൊ ഇനി നോക്കിയേ, നമുക്ക് ഇവിടെ ഇതിനെ ഈ 2 ട്രയാങ്കിളുകളെ നമുക്കൊന്ന് എന്ത് ചെയ്യണം, ഇനി ഒന്ന് ആംഗിളുകൾ 2 ആംഗിളെങ്കിലും കിട്ടിയാൽ മതി, നമുക്ക് എന്താക്കാം, ഈക്വൽ ആക്കാം. ആക്കിക്കൂടെ. ഫസ്റ്റിലെ നമുക്ക് ദാ ഇവിടെ ഇത് എത്ര ആയിരിക്കും, 90. ഇത് എത്ര ആയിരിക്കും, സെറ്റ് ആയില്ലേ. നമ്മൾ ആദ്യം എന്തെന്ന് പറയാം, ആംഗിൾ എ പി സി ഈക്വൽ ആണ് ആംഗിൾ ആർക്ക്, എ ക്യൂ ബിക്ക്. എത്ര ഡിഗ്രി, 90 ഡിഗ്രി. സെറ്റ് ആർക്കെങ്കിലും എന്താ കാര്യം, ആംഗിൾ ഓഫ് സെമി സർക്കിൾ
എല്ലാരും ഈ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം. ഇതില് അപ്പൊ ആദ്യം നമ്മൾ എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? എപിയും പിക്യൂവും ലൈനുകൾ എന്താണെന്ന് ഈക്വൽ ചെയ്യാണോ അല്ലേ? അതിനുവേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്തു? പി സി എം ബി ക്യു എന്ന് പറയുന്ന ലൈനിനെ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടി, എ പി സി എം എ ക്യു ബി എം. അതില് ആദ്യത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രി. കാരണം എന്താണ്? ആംഗിൾ ഓഫ് സെമി സർക്കിൾ. ഇനി ഏതുണ്ട്? രണ്ടിലും ആരുണ്ട്? എ ഉണ്ട്. പിന്നെ കത്തണം, രണ്ടിലും ആരുണ്ട്? എ. അപ്പൊ നമുക്ക് പറയാം ആംഗിൾ എ ഈക്വൽ ആംഗിൾ എ. എന്താ കാര്യം? കോമൺ. 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെല്ലാം പഠിച്ചല്ലേ നമ്മള്. ഈ രണ്ട് ട്രയാങ്കിളും എന്താണെന്ന് പറയാം? ട്രയാങ്കിൾ എ പി സി ആൻഡ് ട്രയാങ്കിൾ എ ക്യു ബി ആർ സിമിലർ. ഈ പറഞ്ഞ കാര്യം കത്തിയോ? ഇങ്ങനെ സിമിലർ ആയാൽ അതിന്റെ പ്രപ്പോർഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു. രണ്ട് ട്രയാങ്കിളുകൾ ഈക്വൽ ആയാൽ അതിന്റെ പ്രപ്പോർഷൻ എന്തായിരിക്കും? ഈക്വൽ ആയി. ഇതെവിടെയെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ? ഓക്കെ, ഇങ്ങനെ വരച്ച് ഇങ്ങനെ ജോയിൻ ചെയ്താൽ 9ാം ക്ലാസ്സിൽ പഠിച്ചല്ലേ? അതിന്റെ സാധനം ഓക്കെ, സി ബി പി ക്യു ഇങ്ങനെ ഒരു സാധനം പഠിച്ചില്ലേ? ഇതിന്റെ റേഷ്യോ പ്രപ്പോർഷൻ എടുക്കത്തില്ല, നമ്മൾ പ്രപ്പോർഷൻ എടുക്കത്തില്ല ഈക്വൽ ആയിട്ട്. എങ്ങനെ എടുത്തോണ്ടിരുന്നേ? എ സി ബൈ എ ബി. ഓർമ്മയുണ്ടോ? ഇവിടെയോ എ പി ബൈ എ ക്യു എടുക്കത്തില്ലേ? അതേപോലെ നമുക്ക് ഇതൊന്ന് എഴുതാം. ആയിക്കട്ടെ, ഇതൊന്ന് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞ്, ഇത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് റേഷ്യോയിൽ നമ്മൾ എഴുതുന്നു. എങ്ങനെ എഴുതുന്നത്? എ പി ബൈ എ ക്യു ഇസ് ഈക്വൽ ടു എ സി ബൈ എ ബി അല്ലേ? നമ്മൾ നേരത്തെ എഴുതി വെച്ചല്ലോ, എ സി എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എ ബി എത്ര ആയിരിക്കും? 2. അപ്പൊ നമുക്ക് ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ എടുത്ത് എഴുതുന്നു, എ പി ബൈ എ ക്യു ഇസ് ഈക്വൽ ടു 1 അല്ലേ? എ പി എന്ന് പറഞ്ഞാൽ ഇതും എന്തായിരിക്കും? 1ഉം 2ഉം. ഇതും എന്തായിരിക്കും? 1ഉം 2ഉം. അപ്പൊ എ പിക്ക് എന്ത് എഴുതാം? 1. എ ക്യൂന് എന്ത് എഴുതാം? 2. ഇത് എവിടെ നിന്ന് പറയുമോ? ഇല്ലല്ലോ. ഇവിടെ എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? 2x. അതേ മെത്തേഡിൽ. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം സെറ്റ് അല്ലേ? ഇനി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ക്രോസ് ചെയ്ത്, അപ്പൊ എന്ത് കിട്ടും? എ ക്യൂന് അങ്ങോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ ക്യു. എ ക്യു ഇൻറ്റു 1 എ ക്യു ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എ പി. 2 ഇൻറ്റു എ പി. ഇതിന്റെ അർത്ഥം എന്താ? എ ക്യു എന്ന് പറയുന്നത് എ പിയുടെ ഇരട്ടിയാണ് അല്ലേ? എ ക്യു എന്ന് പറയുന്നത് എ പിയുടെ എന്താണെന്ന്? ഇരട്ടി. ദാറ്റ് മീൻസ് എ പിയും എ ക്യു അപ്പൊ എത്ര വരും? ഇവിടെ ഇരട്ടി ആണെങ്കിൽ ഇതൊന്നാണെങ്കിൽ ഇതെന്താ? 2 അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, എ ക്യുവും എ പി എന്താണെന്ന് പറയാം. നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതല്ലേ? എ പിയും പി ക്യു അപ്പൊ എന്തായിരിക്കും? ഇതൊന്നാണെങ്കിൽ ഇത് എന്തായിരിക്കും? 1 അല്ലേ? ഇതിന് നമുക്ക് എന്തെന്ന് പറയാം? എ പിക്ക് ഈക്വൽ ആണ്. സോ എ പിക്ക് ഈക്വൽ ആണ്. എ പിക്ക് ഈക്വൽ ആണ് ആര്? പി ക്യു. പറഞ്ഞൂടെ? ഹെൻസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ്. ഹെൻസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് എന്ന് എഴുതി വയ്ക്കാം. സെറ്റ് സെറ്റായില്ലേ?